ദൈവത്തിൻ്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നോമ്പ് ധ്യാന ചിന്തകളുടെ 37-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ വിശുദ്ധ നോമ്പ് കാലത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നമ്മുടെ വേദനകളും പിഴവുകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു അവൻ്റെ സ്നേഹത്തിൽ പുതുക്കപ്പെടുവാൻ ഈ ധ്യാന സമയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നതിനാധാരമായി തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള ഭാഗത്തിൽ നിന്ന്. ഇതിൽ യേശു ദേവാലയം ശുദ്ധീകരിക്കുന്ന സംഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന വചനത്തിലൂടെ യേശുവിൻ്റെ ദൈവത്തോടുള്ള തീക്ഷ്ണമായ ഭക്തിയും വിശുദ്ധിയോടുള്ള ആഗ്രഹവും നമുക്ക് വ്യക്തമാണ്. നോമ്പുകാലം ആത്മപരിശോധനയുടെ സമയമാണ്. യേശു ദേവാലയത്തിൽ നിന്ന് അശുദ്ധമായ കാര്യങ്ങൾ നീക്കിയതുപോലെ നമ്മുടെ ഹൃദയം എന്ന ആലയത്തിൽ നിന്ന് പാപവും അഹങ്കാരവും സ്വാർത്ഥതയും നീക്കേണ്ട സമയം കൂടിയാണിത്. യേശു ഇപ്രകാരം പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. അവൻ പറഞ്ഞത് തൻ്റെ ശരീരത്തെക്കുറിച്ചായിരുന്നു. ക്രൂശ് മരണവും ഉയർപ്പും വഴി യേശു നമുക്കൊരു പുതിയ ജീവിതം നൽകി തന്നിരിക്കുന്നു. നോമ്പ് നമ്മെ ക്രൂശിലേക്കും ഉയർപ്പിലേക്കും നയിക്കുന്ന ഒരു യാത്ര കൂടിയാണ്. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമായി തീരണം. നോമ്പുകാലം നമ്മെ ആത്മപരിശോധനയിലേക്ക് ക്ഷണിക്കുന്നത് കൂടിയാണ്. ഇന്ന് ദേവാലയം ഒരു കെട്ടിടമല്ല, നമ്മുടെ ഹൃദയമാണ് ദൈവത്തിൻ്റെ വാസസ്ഥലം. എന്നാൽ ആ ഹൃദയത്തിൽ പലപ്പോഴും സ്വാർത്ഥതയും അസൂയയും അഹങ്കാരവും തെറ്റായ ചിന്തകൾ എന്നിവ ഇടം പിടിച്ചിരിക്കുകയാണ്. യേശു ദേവാലയം ശുദ്ധീകരിച്ചതുപോലെ നമ്മുടെ ഉള്ളവും അവൻ ശുദ്ധീകരിക്കട്ടെ എന്നതാണ് ഈ കാലഘട്ടത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടത്. ഈ ആലയത്തെ ഇടിച്ചു കളയുവിൻ. യേശു പറഞ്ഞ ഈ വാക്കുകൾ അവൻ്റെ ശരീരത്തെക്കുറിച്ചായിരുന്നു. അവൻ ക്രൂശിൽ മരിക്കുകയും 3-ാം ദിവസം ഉയർക്കുകയും ചെയ്തു. നോമ്പ് നമ്മെ ക്രൂശിൻ്റെ വഴിയിലൂടെ ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് നയിക്കുകയാണ്. തകർച്ചയ്ക്ക് ശേഷം പുനർനിർമ്മാണം ഉണ്ടെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങൾ കാരണം തകർന്ന ആത്മീയ ജീവിതം യേശുവിൻ്റെ കൃപയാൽ പുതുക്കപ്പെടട്ടെ. നോമ്പ് ഒരു ദുഃഖയാത്ര മാത്രമല്ല, അത് പ്രത്യാശയുടെ യാത്ര കൂടിയാണ്. നമുക്ക് നമ്മോട് തന്നെ ഇപ്രകാരം ചോദിക്കാം, എൻ്റെ ഹൃദയം ദൈവത്തിന് വിശുദ്ധമാലയമായിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ അശുദ്ധമായ എന്തെങ്കിലും ഞാൻ വഹിക്കുന്നുണ്ടോ? യേശുവിൻ്റെ ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ ഞാൻ പുതുക്കപ്പെട്ട ജീവിതം നയിക്കുന്നുണ്ടോ? ഈ നോമ്പ് കാലത്ത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട ആലയമാകട്ടെ. ക്രിസ്തുവിൻ്റെ സന്നിധി അതിൽ സ്ഥിരമായി വസിക്കട്ടെ. ഈ നോമ്പ് കാലം നമ്മെ അപ്രകാരം വഴി നടത്തുമാറാകട്ടെ.